നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു അച്ചാറിന്റെ റെസിപ്പി കാണാം. ബീട്രൂട്ടും ഈന്തപ്പഴവും വെച്ചിട്ടുള്ള അച്ചാറാണ്. കുറച്ച് എരിവും മധുരവും പുളിയൊക്കെയുള്ള നല്ലൊരു അച്ചാറാണ്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ വേറെ റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അച്ചാറാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണേ. അതിന് മുൻപായിട്ട് കുറച്ച് ഈന്തപ്പഴം കൂടി എടുക്കുന്നുണ്ട്. ഇതൊരു 200 ഗ്രാം ഈന്തപ്പഴം ഉണ്ട്, 20 എണ്ണം ഉണ്ട്. ഇതിന്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കീറിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു വെക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. രണ്ടും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ ബീട്രൂട്ടൊക്കെ വറുത്ത് വരുമ്പോഴേക്കും ഇതൊന്ന് കുതിർന്ന് വന്നോളൂ കേട്ടോ. വിനാഗിരി ചേർക്കുമ്പോൾ ഈന്തപ്പഴം ഒന്ന് കുതിർന്ന് വരികയും ചെയ്തോളൂ, അതുപോലെ തന്നെ കേടുകൂടാതെ കൂടുതൽ നാൾ ഇരിക്കുകയും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതോടെ ഇരുന്ന് കുതിരട്ടെ. അപ്പോഴേക്കും നമുക്ക് ബീട്രൂട്ട് ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ അച്ചാറായതുകൊണ്ട് വേണമെങ്കിൽ നല്ലെണ്ണ തന്നെ എടുക്കാം കേട്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ എടുത്താലും മതി. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇത് ബീട്രൂട്ട് നമുക്ക് മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എണ്ണ വേണമെങ്കിൽ അച്ചാർ ഉണ്ടാക്കാനും ഉപയോഗിക്കാമല്ലോ, അതുകൊണ്ടാണ് നല്ലെണ്ണ എടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് വറുത്ത് വരാം കേട്ടോ. ആദ്യം പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളിത് എടുത്ത് നോക്കിയിട്ടൊന്ന് ഒടിക്കുമ്പോൾ ഒന്ന് ഒടിഞ്ഞു വരണം. ആ ഒരു പാകം വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പം ഇതാ ആയി വന്നിട്ടുണ്ട്. എടുത്ത് നോക്കിയിട്ടൊന്ന് ഒടിച്ച് നോക്കുമ്പോൾ ഒടിഞ്ഞു വരുന്നുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അരിഞ്ഞെടുത്തിരിക്കുന്ന ഈ ഒരു ബീട്രൂട്ട് 1/2 കിലോ ഉണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ബീട്രൂട്ടും കൂടെ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നതിന് മുൻപായിട്ട് ഇതുപോലെ ഒന്ന് ഒടിച്ച് നോക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പറ്റൂല. അതേസമയം നമ്മൾ എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ച് കോരിയെടുക്കുകയാണെങ്കിൽ ബീട്രൂട്ട് പെട്ടെന്ന് തന്നെ പൊട്ടി വരും കേട്ടോ. അപ്പോൾ ആ പാകം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതും എണ്ണയിലിട്ടിട്ട് നല്ലോണം മൂപ്പിച്ച് കോരിയെടുക്കുന്നുണ്ട്. ഇനി വറുത്ത് കോരിയിരിക്കുന്ന എണ്ണ ബാക്കിയുണ്ടല്ലോ, അത് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വന്നോട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് മുഴുവനൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയൊന്ന് പൊട്ടി വന്നോട്ടെ കേട്ടോ. ഇപ്പോൾ ഉലുവ മുഴുവനായിട്ടും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒരു കൈപ്പിടി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. 2 ബൾബ് വെളുത്തുള്ളിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 40 ഗ്രാമോളം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കൈപ്പിടി ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയായിരുന്നു. 25 ഗ്രാം ഉണ്ട്. ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 6 മുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഈ നല്ലെണ്ണയിലൊന്ന് വാട്ടിയെടുക്കാം. വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി, അതുപോലെ പച്ചമുളകൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്, പിരിയമുളക് പൊടി. പിന്നെ ഒരു 1 ടീസ്പൂൺ നല്ല എരിവുള്ള സാധാരണ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പൊടികളൊന്നും കരിഞ്ഞു പോകാതെ ഒന്ന് എണ്ണയിലങ്ങ് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവ നമ്മൾ മുഴുവനോടെ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ. അതുകൂടാതെ ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് എണ്ണയിൽ വാട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് നമ്മൾ ഉപ്പില്ലാതെയായിരുന്നു വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വിനാഗിരി ചേർത്തിട്ട് കുതിരാനായി വെച്ചിട്ടുണ്ടായിരുന്ന ഈന്തപ്പഴം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കാം കേട്ടോ. വിനാഗിരിയിൽ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടി ഒന്ന് ഉടച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈന്തപ്പഴവും ബീട്രൂട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഒഴിച്ചു കൊടുത്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവ് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടൊരു 2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവന്ന് പോവുകയെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറവുണ്ട്, അതുകൊണ്ടൊരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഉപ്പും എരിവും പുളിയും ഒക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. മധുരമൊക്കെ പാകത്തിനുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ നമുക്ക് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കാം.
ഇതിൽ നമുക്ക് ഉപ്പോ എരിവോ പുളിയോ ഇതൊക്കെ എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിലൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളി വേണമെങ്കിൽ വിനാഗിരി കുറച്ചും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് തണുപ്പിച്ചിട്ട് വേണേൽ ഒഴിച്ചു കൊടുക്കാൻ. നേരത്തെ നമ്മൾ പച്ചയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്, അത് പക്ഷെ ഒന്നും തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തിളപ്പിച്ചാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു പാത്രത്തിൽ കുറച്ച് നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറ്റി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. തണുത്ത് വരുമ്പം നമുക്ക് ഉടയുന്ന കുപ്പിയിലിട്ടിട്ട് സൂക്ഷിച്ചു വെക്കാം. അച്ചാർ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു ചില്ലുകുപ്പിയിലേക്ക് ഇട്ടിട്ട് എടുത്ത് വെക്കാണ്. അച്ചാറിട്ട് വെക്കാൻ എടുക്കുന്ന പാത്രം കോരുന്ന സ്പൂണൊക്കെ എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതുപോലെ അച്ചാർ കേടാവാതിരിക്കണമെങ്കിൽ കുപ്പി വേണമെങ്കിൽ ഒന്ന് വിനാഗിരിയിലൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. പിന്നെ അച്ചാർ മുഴുവൻ നമ്മൾ കുപ്പിയിലേക്ക് ഇട്ട് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് തിളപ്പിച്ചാറിയ നല്ലെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു വെക്കുകയാണെങ്കിൽ അച്ചാർ പിന്നെ കേടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചാർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ബിരിയാണീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. നല്ല എരിവും പുളിയും മധുരമൊക്കെയുള്ള നല്ലൊരു അച്ചാറാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് താഴെ എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടണും അതിലൊരു ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.